നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അടിച്ചങ്ങ് വിടുകയാണ്. അതും വലിയ രൂപത്തിൽ ഫുട്ബോൾ വാർത്തകളൊക്കെ കൊടുക്കുന്ന സോഴ്സുകളിൽ ഓർലിൻ ഷുവാമനി ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആ സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്: ഞാൻ ആ, നിന്നെ വിശ്വസിച്ചു, എല്ലാ തരത്തിലും ഞാൻ നിന്നെ വിശ്വസിച്ചു. ഞാൻ നിന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി നേരത്തെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടത് അവനോടൊപ്പം നമ്മുടെ ബെഡിലാണ്. എൻ്റെ ഹൃദയമാകെ തകർന്നു പോയി. എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലാം ഒരു നുണയിൽ കെട്ടിപ്പടുത്തതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൃദയം തകരുന്ന ഇമോജിയൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത് പ്രചരിപ്പിച്ചത്. അതും വമ്പൻ ഫോളോവേഴ്സൊക്കെയുള്ള ഫുട്ബോൾ സോഴ്സുകളിൽ. എന്നിട്ട് UK നിന്ന് ഉള്ള ഒരു പേജിൽ പറയുകയാണ്, ഓർലിൻ ഷുവാമനി അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് അദ്ദേഹത്തെ ചീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു. എല്ലാം കൊടുത്തിട്ടും, അതായത് 25,000 സ്റ്റേർലിംഗ് പൗണ്ട് വീക്ക്ലി അലവൻസായി കൊടുത്തു, ഒരു വീട് വാങ്ങിക്കൊടുത്തു, എന്നിട്ടും ഇങ്ങനെ അദ്ദേഹത്തെ പറ്റിച്ചിരിക്കുന്നു. റയൽ കോച്ച് ആൽവാരോ ആർബിലോവ ഹാസ് ഡിസൈഡഡ് നോട്ട് ഇൻക്ലൂഡ് ദി ഫ്രഞ്ച്മാൻ ഇൻ ദി നെക്സ്റ്റ് ഗെയിം അഗെയിൻസ്റ്റ് എൽച്ചെ ബിക്കോസ് ഓഫ് ദി ടഫ് പേഴ്സണൽ സിറ്റുവേഷൻ ഈസ് കറൻ്റ്ലി ഗോയിങ് ത്രൂ എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. അതായത് താരം മാനസികമായിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടായ രൂപത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എൽച്ചയ്ക്കെതിരെ ഇന്ന് നടക്കുന്ന കളിയിൽ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രചരണം. ഏതായാലും ഒടുവിൽ ഇതിങ്ങനെ വെറുതെ നമ്മളിങ്ങനെ പറയുന്ന പോലെ ആരെങ്കിലും അടിച്ചു വിടുകയാണെന്നൊന്നും കരുതണ്ട. ഇത് കൃത്യമായിട്ട് ഓർലിൻ ഷുവാമനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ പറഞ്ഞ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന സാധനം എടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, ദാറ്റ്സ് നോട്ട് മൈ അക്കൗണ്ട്, ടേക്ക് കെയർ. ഇതെൻ്റെ അക്കൗണ്ട് അല്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതിപ്പോൾ കളി എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഷുവാമനിയെ പോലുള്ളൊരു താരം മാനസികമായി തളർന്നു, റയലിൻ്റെ പ്രധാനപ്പെട്ട കളിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കളിയെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷേ എന്തിനിങ്ങനെ കള്ളപ്രചരണം എന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.